അപകടത്തെ തുടർന്ന് വായ്പാ തിരിച്ചടവ് മുടങ്ങിയ നിർധന കുടുംബത്തിനെതിരെ റെപ്കോ ബാങ്ക് സ്വീകരിച്ച ജപ്തി നടപടി തടഞ്ഞ CPIM. പുനലൂർ വിളക്കുവട്ടം പാലോട് ചെറുവിള പുത്തൻവീട്ടിൽ 88 വയസ്സുള്ള കുഞ്ഞമ്മയ്ക്കും കുടുംബത്തിനുമെതിരെയാണ് ബാങ്ക് അധികൃതർ നടപടി സ്വീകരിക്കാൻ എത്തിയത്. ഭവന നിർമ്മാണത്തിനും സഹോദരിയുടെ മകൻ പ്രവീണിന് വിദേശ ജോലിക്കുമായാണ് 2017 ബാങ്കിൽ നിന്നും വായ്പ എടുത്തത്. വിദേശത്ത് ജോലിക്ക് പോയ പ്രവീൺ ലോൺ കൃത്യമായി തിരിച്ചടച്ചുകൊണ്ടിരിക്കെ ജോലി സ്ഥലത്ത് വെച്ച് അപകടം സംഭവിച്ചു. നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. കോവിഡ് കാലമായതോടെ പ്രവീണിന്റെ വരുമാനം നിലച്ച് ലോൺ തിരിച്ചടവ് മുടങ്ങി. തുടർന്ന് കോവിഡിന് ശേഷം നിർമ്മാണ ജോലിക്ക് പോയ പ്രവീണിന് വീണ്ടും അപകടത്തിൽ കാലിന് പരിക്കേറ്റു. ഇതോടെ ബാങ്ക് കുടുംബത്തിനെതിരെ ജപ്തി നടപടികൾ സ്വീകരിച്ചു തുടങ്ങി. കോവിഡ് കാലത്തെ ഉൾപ്പെടെ പലിശ കണക്കാക്കിയതോടെ ലോൺ തുക ഇരട്ടിയിലധികം വർദ്ധിച്ച് 33 ലക്ഷമായി ഉയർന്നു. ജപ്തി നടപടികൾക്കായി ബാങ്ക് അധികൃതർ എത്തിയതോടെ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം S. ജയമോഹൻ ഇടപെട്ടു. ബാങ്ക് അധികൃതരുമായി ചർച്ച നടത്തി. ജപ്തി നടപടികൾ അനുവദിക്കില്ല എന്നത് സർക്കാർ നിലപാടാണ് എന്നും പിഴപലിശയും പലിശയും സാധ്യമായ കുറവ് നൽകിയാൽ ജനങ്ങളുടെ സഹായത്തോടെ ലോൺ തിരിച്ചടയ്ക്കാൻ കുടുംബത്തെ സഹായിക്കുമെന്നും S. ജയമോഹൻ വ്യക്തമാക്കി. നിങ്ങളെ പാവപ്പെട്ട ആളുകളെ ഇറക്കി വിടുന്ന അറിഞ്ഞാണ് ഞങ്ങൾ രാവിലെ വന്നത്. അവർ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എത്തുകയും ചെയ്തു. അപ്പോൾ ഒരു നിമിത്തം എന്നുള്ള നിലയിൽ ചെയർപേഴ്സണും ഞങ്ങളെല്ലാവരും ഇവിടെ വരികയും ചെയ്തു. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ചിട്ട് 40 ലക്ഷം എന്നുള്ളത് നമ്മൾ എടുത്ത 12.5 ലക്ഷം രൂപയായിട്ട് അവർ അത് കുറയ്ക്കും. ഇപ്പം തന്നെ അടയ്ക്കണം എന്ന് പറഞ്ഞത് 6 മാസത്തെ സാവകാശം നമുക്ക് നൽകണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. 6 മാസത്തെ സാവകാശം പറയും. എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമ്മൾക്ക് കുടുംബപരമായിട്ടും ഇവിടെ സുഭാഷും കൗൺസിലറും എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരുമായിട്ടൊക്കെ ആലോചിച്ച് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ പാർട്ടി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് ഇവിടെ നമുക്ക് എല്ലാവരുമായിട്ടും ആലോചിക്കാം. കുടുംബത്തിന്റെ അവസ്ഥ പരിഗണിക്കാതെയുള്ള ബാങ്കിന്റെ നടപടി വെല്ലുവിളിയാണെന്നും ജപ്തി തടയുമെന്നും CPIM നിലപാടെടുത്തതോടെ ബാങ്ക് അധികൃതർ ഒത്തുതീർപ്പിന് തയ്യാറായി. ചർച്ചയിൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ സാധ്യമായ ഇളവുകൾ കഴിഞ്ഞുള്ള തുക തവണകളായി തിരികെ അടയ്ക്കാമെന്ന വ്യവസ്ഥ ബാങ്ക് അധികൃതരും അംഗീകരിച്ചു. ഇതോടെ കുടുംബം ജപ്തി ഭീഷണിയിൽ നിന്ന് ഒഴിവായി. കൈരളി ന്യൂസ്, കൊല്ലം.